സെക്സ് റാക്കറ്റുകളുടെ കൈകളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉണ്ടാകുമോ? ഞങ്ങൾ ബന്ധപ്പെട്ട ഇടനിലക്കാർ പണം കൃത്യമായി നൽകിയാൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പെൺകുട്ടികളെ വിളിച്ചിറക്കി തരാമെന്ന് ഉറപ്പു നൽകി. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സമയങ്ങളിലാണ് 18 മുതൽ 23 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ സെക്സ് റാക്കറ്റുകൾ ആവശ്യക്കാർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഹോട്ടലിൽ വരില്ല. ഇവരുടെ കെണികളിൽ വീണ പെൺകുട്ടികളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. രാവിലെ ക്യാമ്പസുകളിൽ എത്തുന്നതിന് മുമ്പ് പെൺകുട്ടികളെ കച്ചവടം ഉറപ്പിച്ചിരിക്കും. 6000 മുതൽ 15000 രൂപയ്ക്ക് വരെയാണ് ഇത്തരം റാക്കറ്റുകൾ കുട്ടികളെ വിൽപ്പന നടത്തുന്നത്. വൈകുന്നേരം 5 മണിക്ക് മുൻപ് തിരിച്ചേൽപ്പിക്കാം എന്ന് ഉറപ്പു നൽകുന്നവർക്ക് മാത്രമേ കുട്ടികളെ കൊടുക്കൂ. കൊച്ചി നഗരത്തിലെ സെക്സ് റാക്കറ്റുകൾ ഈ ഇടപാടിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഷോപ്പിംഗ് മാളുകളാണ്. ഇടനിലക്കാരിയുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ കൊച്ചിയിലെ ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളിലെത്തി. കാഴ്ചയിൽ 18 വയസ്സ് പോലും തോന്നിക്കാത്ത ഒരു പെൺകുട്ടിയും മറ്റൊരു യുവതിയും അവിടെ ഞങ്ങൾക്കായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. പ്രായപൂർത്തിയായതാണോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിൽ സംശയം തോന്നിയതോടെ ഇടപാടുകാരി പെൺകുട്ടിയെ ഞങ്ങളിൽ നിന്ന് അകറ്റി. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന നമ്മുടെ പെൺകുട്ടികളിൽ ചിലരെങ്കിലും എത്തിപ്പെടുന്നത് ഇത്തരം സെക്സ് റാക്കറ്റുകളുടെ കൈകളിലേക്കാണ്. കരുതിയിരിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. ക്യാമറമാൻമാരായ ബിനു തോമസിനും അനീഷ് തോട്ടക്കാടിനുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പെൺകുട്ടികളെ ആവശ്യപ്പെട്ട് ഇടപ്പള്ളിയിലെത്തിയ ഞങ്ങൾക്ക് മുൻപിൽ 1 മണിക്കൂറിനുള്ളിൽ ഇടനിലക്കാരി പ്രത്യക്ഷപ്പെട്ടു. കാസർഗോഡ് സ്വദേശി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഇവർ 12 വർഷമായി താൻ കൊച്ചി കേന്ദ്രീകരിച്ച് ഈ രംഗത്ത് സജീവമാണെന്ന് പറഞ്ഞു. പറവൂർ പെൺവാണിഭ കേസിൽ തന്റെ സുഹൃത്തുക്കളൊക്കെ കുടുങ്ങിയെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഇടനിലക്കാരി ഞങ്ങളോട് വെളിപ്പെടുത്തി. എന്റെ കൂടെയുള്ള എല്ലാ ടീമും പെട്ടുപോയതാ. പറവൂർ 15 വയസ്സുള്ളതൊക്കെ ഞാൻ അറിയില്ല, ഞാൻ മാത്രം അതിന് ടീമിൽ. ഇതിനിടയിൽ വിശ്വാസ്യത തോന്നിയതുകൊണ്ടാകാം ഹെൽമറ്റ് ഊരി മാറ്റി സംസാരിക്കാനും ഇവർ തയ്യാറായി. വെബ്സൈറ്റുകളിൽ ഫോൺ നമ്പറുകൾ നൽകി വാഹനങ്ങളിലെത്തി പെൺകുട്ടികളെ കൈമാറുന്ന ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല? ക്യാമറമാൻമാരായ ബിനു തോമസിനും അനീഷ് തോട്ടക്കാടിനുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.